ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു സ്പൈസി ആയിട്ടുള്ളൊരു മിക്സ്ചറാണോ. ഇത് കാണുന്ന പോലെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വളരെ എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലാണ് കടലപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ. ഒരു പാത്രത്തിൽ 1 കപ്പ് കടലപ്പൊടി, വേറൊരു പാത്രത്തിൽ 1/4 കപ്പ് കടലപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് സേവനാഴിയിൽ കൂടെ പീച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് സേവനാഴി കൂടെ പീച്ചാനുള്ള മാവാട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് കടലപ്പൊടിയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറാട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് സേവനാഴി കൂടെ പീച്ചാനുള്ളത് മിക്സ് ചെയ്യാം, അതിനുശേഷം മറ്റേതാക്കാം കേട്ടോ. കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മുളക് പൊടിയും ഉപ്പും കായം കൂടെ എല്ലാം ചേരണം. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ ആക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണേണത്. ഇപ്പം ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു മാവിൻ്റെ പരുവമാണ്. അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടെ സേവനാഴി കൂടെ നമുക്ക് പീച്ചാൻ പറ്റുന്ന ഒരു പരുവായിരിക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1/4 കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് ഉപ്പ്, 1 നുള്ള് കായപ്പൊടി. ഇതും നേരത്തെ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കിയെടുക്കണം. വെള്ളം ഒഴിക്കണേന്. അപ്പോൾ ഇതിൻ്റെ മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള മാവായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാട്ടോ ഞാൻ കുഴച്ചെടുത്തേക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതാട്ടോ എൻ്റെ കൺസിസ്റ്റൻസി. ഇനി വേണ്ടത് 1/4 കപ്പ് പൊട്ടുകടല, 1/4 കപ്പ് കപ്പലണ്ടി, കുറച്ച് കറിവേപ്പില, 2 വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കണം കേട്ടോ. ഒരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇടി കൊടുത്താൽ മതി. അപ്പോൾ ഒന്നത് പൊട്ടി വരും ഇതുപോലെ കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊട്ടി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി തുടങ്ങാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചില്ലാട്ട് എടുക്കേണ്ടത്. ഇത് ഇടിയപ്പത്തിൻ്റെ ആകുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും. ഇതിലും വലിയതുണ്ട്, അത് മധുരസേവയുടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിടാം. ഇതിട്ടിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു പേപ്പർ ഇട്ട് വെക്കണം. ഇതുപോലെ ഒരു വലിയൊരു പാത്രമാണ്. അതിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. നമ്മളിപ്പം എല്ലാം കുറേ സാധനങ്ങൾ വറുത്തെടുക്കാറുണ്ടല്ലോ. അപ്പം നമുക്കത് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നന്നായി ചൂടായി കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഹീറ്റിലോട്ട് മാറ്റണേണ്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇത് 2 ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ സേവനാഴിയിൽ കൂടെയുള്ള മാവ് ചീറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് നേരിട്ട് തന്നെ ചീറ്റിക്കും കേട്ടോ. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ലോ ഹീറ്റിലോട്ട് മാറ്റാണ്. ഇത് കടലപ്പൊടിയാണ്. നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് പീച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെക്കാം. ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ പോലെ തന്നെ
ഇതൊരു അധികം വണ്ണമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കളറാട്ടോ ഇതിൻ്റെ. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആകണ്ട, അപ്പോൾ അത് കരിഞ്ഞു പോകുന്നത്. അപ്പം ഇതും അതിൻ്റെ അകത്തുനിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ശ്രദ്ധിക്കണോട്ടോ, ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ പീച്ചുമ്പോൾ കൈ നല്ലതായിട്ട് ആവി മുകളിലോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. കൈ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്, അപ്പോൾ സൂക്ഷിച്ചു വേണം പീച്ചിടാനായിട്ട് കേട്ടോ. ഇത് പേപ്പറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ആ സേവനാഴിയിൽ കൂടെ ഉള്ളതെല്ലാം ഫുൾ പീച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത്, നമ്മൾ ലൂസായിട്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അതാണ് ഒഴിക്കാൻ പോകുന്നത്. അതൊഴിക്കുമ്പോൾ ഇത് ബൂന്തി കണക്കാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ ചോറിൻ്റെയൊക്കെ തവിയുണ്ടല്ലോ ഇങ്ങനെ ഹോളുള്ളത്, അതെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ മുത്തായിട്ട് ഇങ്ങനെ വീഴും കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ തന്നെ എല്ലാം കൂടെ വന്ന് വീഴും. തിക്കി ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇത് കണക്കാട്ടോ. ഇത് വറക്കുമ്പോഴും തീ ഒരുപാട് കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ബൂന്തി കണക്കാണേ. പിന്നെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്ക് മൂക്കുമ്പോൾ മനസ്സിലാകും, ആ ഒരു കിളിങ്ങണ പോലെ ഒരു സൗണ്ട് വരും. ആ ഇളക്കുമ്പോൾ ഒരു കുറച്ച് കട്ടിപ്പ് തോന്നും നമുക്കിതിന്. മൂത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പേപ്പറിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ടു കേട്ടോ. അതുപോലെ ഞാൻ ഫുള്ളും ഒന്ന് വറുത്തെടുക്കട്ടെ. ഇനി ഞാൻ ഇട്ടേക്കുന്നത് കപ്പലണ്ടി ആട്ടോ. കപ്പലണ്ടി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കപ്പലണ്ടി എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് ഒരു സൈഡ് മാത്രം കിടന്നിട്ട് മൂത്ത് പോകും. ഇപ്പോൾ ഈ കപ്പലണ്ടി ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് പൊട്ടുകടല കേട്ടോ. അത് വിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കപ്പ വറുത്തത് ചേർക്കാം, പക്കാവട ചേർക്കാം. നമ്മൾ കണ്ടിട്ടില്ല മിക്സറിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാകും, അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇന്നത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂന്നൊന്നുമില്ല. പൊട്ടുകടല പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ഇതാ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പം നമ്മൾ മിക്സറിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വറുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത്, ഞാൻ പറഞ്ഞു ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മിക്സറാണെന്നുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ അകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിങ്ങനെ ഒന്ന് തൂക്കിക്കൊടുക്കാം. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചൂടോടുകൂടി തന്നെ വേണം ചെയ്യാൻ കേട്ടോ. കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, അതിങ്ങനെ ഒന്ന് വെതറി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ വേണം ഇതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്. ഞാനത് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പരുവത്തിൽ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മിക്സർ ഇരിക്കുന്നത്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിതുപോലെ ഒരു ടിന്നിലേക്ക് മാറ്റണം കേട്ടോ. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സറാട്ടോ. എന്താ ഇത്രയുണ്ട്. 1.25 കപ്പ് കടലപ്പൊടി വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇത്രയും മിക്സർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുമ്പോൾ ഇങ്ങനെ തെറ്റിച്ച് വെക്കുക. ഒന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് അടയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തണുത്തു പോകും. അപ്പോൾ ചൂടൊന്ന് ആറട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലെടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാട്ടോ.
അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ, അവർക്കിത് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത്രയും സ്പൈസി ആക്കണ്ട, മുളക് പൊടിയുടെ അളവ് നമുക്കൊന്ന് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്